നമ്മുടെ ഗാർഡൻ്റെ പുല്ലെല്ലാം ഇങ്ങനെ വളർന്ന് വലുതായി കിടക്കുക. കുറേ നാളായിട്ട് വെട്ടണമെന്നും പറഞ്ഞിരിക്കുന്നതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ ചാറും, അത് കഴിഞ്ഞ് പിന്നെ ഡെലിവറി ആയി, എല്ലാം ഇങ്ങനെ കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ ബൾബൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ പോട്ടിനകത്തൊക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഗാർഡനിലെ പുല്ലെല്ലാം വെട്ടിയെടുത്തിട്ട് നമുക്ക് ആ ഒരു ഗാർഡൻ ബെഡിൻ്റെ അതിനകത്ത് ഇടാമെന്നുള്ള പ്ലാന്റ്. അപ്പോൾ തണുപ്പൊക്കെ മാറി വെയിലൊക്കെ ആയി വരുന്നുണ്ട്. സ്പ്രിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങി. ഇപ്പം നമ്മൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഗാർഡനിലെ പോച്ചയൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുമായിരുന്നു. അപ്പം തണുപ്പ് കാരണമൊന്നും നമുക്കൊന്നും ശരിക്കും കൊണ്ട് ട്രിം ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മളിവിടെ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡൻ ബെഡ് പോലെ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തടി ഇച്ചുവിൻ്റെ DIY പരിപാടിയായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ വയക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടാമെന്ന് വെച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ഇത് വന്നിട്ട് വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ച് പോകുന്ന ടൈപ്പ് ഒരു തടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ഒന്ന് ആദ്യം സൈഡിൽ സെറ്റാക്കി കൊടുക്കാം. കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒന്ന് ദൂരത്ത് അധികം പിടിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഗാർഡൻ ബെഡായിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ. നമ്മൾ ക്യാരറ്റൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി മാറ്റണം നമുക്കിനി. കണ്ടോ, കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റാണ് കേട്ടോ. ഏതിന് തണുക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. ക്യാപ്പൊക്കെ ഇട്ട് അവിടെ നിൽക്കുക. ബാ വന്നേ. ഈ തടിയിലോട്ട് വെള്ളം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ച് ഇങ്ങനെ കവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല തടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന തടിയാണെന്നാണ് പറയുന്നത്. കാറിന്റെ വീഡിയോ എടുക്കണോ? ഓ യേസ്, ഏതിൻ്റെ പുതിയ കാറാണിത്. ഇത് അമ്മച്ചി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. പക്ഷെ ഏതിൻ്റെ കൊടുക്കുന്ന ഇപ്പോഴാണെന്ന് മാത്രം. എൻ്റെ പുതിയ കാറല്ലേ, ഇതെൻ്റെ പുത്തൻ വൈറ്റ് കാർ. യെസ് യെസ്. അപ്പം ഇനി അടുത്ത് നമ്മൾ ഈ നമ്മുടെ ഗാർഡൻ ബെഡിലോട്ടൊരു ബേസായിട്ട് കാർഡ്ബോർഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പണ്ട് വാങ്ങിച്ച പാത്രങ്ങളുടെയൊക്കെ. അപ്പം അതേപോലെ നമുക്ക് വീട്ടിലുള്ള കാർഡ്ബോർഡ് വെച്ച് തന്നെ നമുക്ക് സെറ്റാക്കാവുന്നതാണ്. നമ്മൾ ഈ ആമസോണിൻ്റെ പാർസലൊക്കെ വരുന്ന പോലത്തെ കവേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ബേസ് ആയിട്ടിരുന്നോളും. ഇപ്പം നമുക്ക് അധികം കമ്പോസ്റ്റ് വരത്തില്ല, ഇടേണ്ട ആവശ്യം വരത്തില്ല. ഇത്രയാണ് അപ്പം നമ്മുടെ ഇതേപോലെ പുല്ലൊക്കെ കട്ട് ചെയ്യുന്നത് ആദ്യം ഒരു ബേസിൽ ഇട്ട് കൊടുക്കാം. എവിടുത്തെ പോച്ചയായിരുന്നു ചു? നമ്മൾ ഫ്രണ്ട് ഗാർഡനിൽ നിന്ന് കുറച്ചെടുത്ത പോച്ച അല്ലേ. ഇത് നമ്മുടെ ഇവിടുത്തെ ഗാർഡനിലെ പോച്ചയൊക്കെ ട്രിം ചെയ്തിട്ട് ആ പോച്ചയും കൂടി ഇതിനകത്ത് ഇടാന്ന് വെച്ചാ. അപ്പോൾ അത്രയും പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഗാർഡൻ നമ്മുടെ ഇവിടുത്തെ ഈ പോച്ചയും കൂടി ട്രിം ചെയ്തിട്ട് ഇടാമെന്ന് വെച്ചാൽ. അപ്പം അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അധികം കമ്പോസ്റ്റ് ഇടേണ്ട ആവശ്യം വരത്തില്ല. ഇതൊക്കെ പിന്നീട് ദ്രവിച്ച് കമ്പോസ്റ്റായി മാറുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പം വെറുതെ ഇങ്ങനത്തെ പോച്ചകളൊക്കെ കളയാതെ ഇതൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചു ഇവിടെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ എടുക്കുക. നമ്മുടെ പോച്ചയൊക്കെ ഒന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഏതിൻ്റെ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് ഇവിടെ തന്നെ വെച്ചിരുന്ന. ഇത് വന്നിട്ട് എന്തോ സ്പെറാസിസിൻ്റെ മിക്സ്ഡ് സ്പെറാസിസിൻ്റെ. ഇത് വന്നിട്ട് ഡാലിയാണ് കേട്ടോ. ഇപ്പുറത്തിരിക്കുന്നത് മിറാബിലിസ് ജാലപ്പ മിക്സ്ഡ്.
കുറേ നാളായിട്ട് പുല്ല് വെട്ടാത്തതുകൊണ്ട് ഒരു തവണ വെട്ടുമ്പം തന്നെ കൊണ്ട് ഇപ്പുറത്തോട്ട് പോകുമ്പം തന്നെ നിറച്ച് പുല്ല് കിട്ടുന്നു. ഇതൊക്കെ പിന്നെ അമങ്ങിക്കോളൂ അല്ലേ, കമ്പോസ്റ്റും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അമങ്ങി ഇരുന്നോളും. അപ്പോൾ നമ്മൾ പുല്ല് വെട്ടി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ. പുല്ലെല്ലാം വെട്ടിയിട്ട് ആ ഗാർഡൻ ബെഡിനകത്തിട്ടിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് താഴോട്ട് ഇരുത്തി കഴിയുമ്പോൾ നമുക്ക് കമ്പോസ്റ്റ് തന്നെ മണ്ടയ്ക്ക് ഇടണം. കമ്പോസ്റ്റ് വാങ്ങിച്ചും വെച്ചിട്ടുണ്ട്. പഴയ കമ്പോസ്റ്റിൻ്റെ അടുത്ത് ഒരു പ്ലാസ്റ്റിക് ബാഗിൻ്റെ മുകളിലൂടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ റേസ് ബെഡിനകത്തിലെ കമ്പോസ്റ്റ് എല്ലാം ഇങ്ങോട്ട് മാറ്റുകയും വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഗാർഡൻ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ടൂലിപ്സിൻ്റെ ബൾബൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വിൻ്ററിൽ. അതൊക്കെ പല കളേഴ്സിലുള്ള പൂക്കളായി വിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ നല്ല കാറ്റുണ്ടായ കാരണം ടുലിപ്സിൻ്റെ ഇതളൊക്കെ പോയി തുടങ്ങിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ച എല്ലാം പോകുമെന്ന അമ്മാതിരിയുള്ള കാറ്റായിരുന്നു. എന്തായാലും അധികം ഒന്നും പോയില്ല. സൈഡിലും നമ്മളിങ്ങനെ ബോർഡർ പോലെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം തന്നെ നല്ല പല കളേഴ്സിലുള്ള ട്യൂലിപ്സ് ആയിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങിയ ഡാഫോഡിൽസ് ആയിരുന്നേ. പക്ഷേ നടാനുള്ള ടൈം കിട്ടുന്നത് ഇപ്പോഴാണ്. തണുപ്പും കാറ്റും കാണാൻ ഇടാൻ പറ്റിയില്ല. ഡാഫോഡിൽസിൻ്റെ ഫ്ലവറിങ് ടൈം ഒക്കെ കഴിയാറായി. എങ്കിലും ഇതും കൂടി നട്ടുപിടിപ്പിക്കാനാണ്. അതാകുമ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല ഫ്ലവേഴ്സൊക്കെ ആയി വിരിഞ്ഞ് കിട്ടുമല്ലോ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീഡ്സൊക്കെ ഉള്ളത് ആദ്യം പറിച്ച് മാറ്റുക ചെയ്തത്. നമ്മൾ ഗാർഡനിലോട്ട് വിൻ്റർ ടൈമൊക്കെ ആയിരുന്നതുകൊണ്ട് അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഗാർഡൻ്റെ മൊത്തം ഇങ്ങനെ പാഴ്ചെടികളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ പറിച്ച് മാറ്റിയിട്ട് വേണം നമുക്കിനി പുതിയ ചെടികളുടെയൊക്കെ വിത്തുകൾ നടാനായിട്ട്. മമ്മിക്കാണെങ്കിലും ചെടികളൊക്കെ നല്ല ഇഷ്ടമാണ്. മമ്മി നമ്മുടെ കൂടെ ഗാർഡൻ പരിപാലിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മമ്മി ഗ്ലൗസ് ഒന്നും ഇടാതെയാണ് പുല്ലെല്ലാം പറിക്കുന്നത്. ഇവിടുത്തെ ചില ഈ വീഡ്സിൻ്റെയൊക്കെ ചെറിയ മുള്ളു പോലത്തെ ഒരു ഇതുണ്ട്. അത് കയ്യിൽ കുത്തിക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കട്ടറുമ്പൊക്കെ കടിക്കുന്ന പോലത്തെ നല്ല ആരം പോലെ ഇങ്ങനെയുള്ളൊരു തരിപ്പ് തോന്നിക്കൊണ്ടിരിക്കും. അപ്പം ഞാനതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അവൻ്റെ ചെറിയ ഷവലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നേ. അവനും ഇങ്ങനെ ഞാൻ ഇളക്കുന്നത് പോലെ ഓരോ പുല്ലിൻ്റെ അടിയിൽ നിന്ന് കുത്തി ഇളക്കിയിട്ട് അങ്ങനത്തെ പാഴ്പുല്ലുകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്താ ചെയ്യുന്നത് അത് കണ്ടിട്ട് അവനും അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മമ്മി ഫാസ്റ്റായിട്ട് എല്ലാം കൈകൊണ്ട് പറിച്ച് മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ പാഴ്ചെടികളെല്ലാം പറിച്ച് മാറ്റി. നമ്മുടെ ട്യൂലിപ്സൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നട്ടൊരു റോസയാണ്. അത് കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് അതുപോലെ 2 ചെടികളുണ്ട്. അതെന്തോ ആണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളത് പറിച്ച് മാറ്റണം എന്നുള്ളൊരു പ്ലാനിലാണ്. ഏതൻ പിന്നെ നമ്മൾ പറിച്ച് വെച്ചിരുന്ന പുല്ലൊക്കെ ഒരു ബാഗിലോട്ട് എടുത്ത് മാറ്റുക. നമുക്ക് ഇനി ഇത് ഗാർഡൻ സെൻറ്ററിൽ വേസ്റ്റ് റീസൈക്ലിംഗ് സെൻറ്ററിൽ നമുക്ക് കൊണ്ട് കളയണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കൂടെ പറിച്ചിട്ട് ഒരു കവറിലാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നും പറിച്ച് അവൻ കവറിനകത്തിലോട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ തവണ മാറ്റി വെച്ച റോസ്മേരിയൊക്കെ നല്ല ശക്തിയായിട്ട് പൂവിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അതിനേതായാലും വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കളയണ്ടാന്നും കണ്ടിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ തവണ നമ്മൾ നട്ട റോസയാണ്. വിൻ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനും നല്ല പുതിയ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മമ്മിയാണെന്നുണ്ടെങ്കിൽ റോസയൊക്കെ പ്രൂൺ ചെയ്തുകൂടെ. ഇതൊക്കെ ശരിക്കും നമ്മൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. ഈ റോസയ്ക്കകത്തിലൊക്കെ ഒരു മുഞ്ഞ എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, പയറിനാട്ടിലൊക്കെ വരുന്ന പോലത്തെ ചെറിയ പ്രാണികൾ. അപ്പോൾ അങ്ങനത്തെ ഓരോ ഇൻസെക്ട്സ് ഇതിനകത്ത് പിടിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അതിനുള്ള മരുന്നുകളൊക്കെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്, അല്ലാതെ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ആവും. ണെങ്കിൽ ലാവൻഡറും ധാരാളമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ലാവൻഡറിൻ്റെ പൂവൊക്കെ ഉണ്ടായ ആ ഒരു പൂവിൻ്റെ തണ്ടെല്ലാം ഉണങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കാണാനൊരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉണങ്ങി നിന്ന് പൂവിൻ്റെ തണ്ടുകളും എല്ലാം പറിച്ച് മാറ്റുകയൊക്കെ ചെയ്യുകയാണ്.
അതൊക്കെ കുറേ ഉണ്ടായി. നമുക്ക് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അത് ഊരി വരുമായിരുന്നു. പിന്നെ താഴെ നിന്ന് നമ്മളൊരു ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം ചെടികളെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. നമുക്കിനിയും പുതിയതായിട്ടുള്ള കുറച്ച് പുതിയ ചെടികൾ ഈ വർഷത്തെ സമ്മർ നമുക്കിനി സ്റ്റാർട്ടിങ്ങിൽ പ്ലാൻ ചെയ്ത് തുടങ്ങണം. അപ്പം അങ്ങനെ ഇച്ചുവും അമ്മയും കൂടെ ഇരുന്ന് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നത്തെ ലാവൻഡറൊക്കെ ഒരുമാതിരിയൊക്കെ മമ്മി എല്ലാം ട്രിം ചെയ്ത് മാറ്റി. പഴയതുണ്ടായിരുന്നു, ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, കുറേ ലാവൻഡേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇച്ചുവാണേലും വേറെ കുറേ പോച്ച പോലെ തന്നെ ഇരിക്കുന്ന വേറെ ഒരു തരം പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം ട്രിം ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു സൈഡ് ബോർഡറായിട്ടാണ് നമ്മൾ ട്യൂലിപ്സ് ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. പിന്നെ നമ്മുടെ കുട്ടി ഹെൽപ്പറും ഇവിടെ ഉണ്ടായിരുന്നു, ഏതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, മണ്ണ് ഇളക്കാനും പോച്ച പറിക്കാനും എടുത്ത് വെക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഡാഫോഡിൽസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ബോർഡർ പോലെ ഇങ്ങനെ കുഴികളെടുത്ത് പോവുകയാണ്. അതിനകത്ത് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ഡീപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ബൾബ് താത്ത് ഇടണമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ താഴോട്ട് 10 സെൻറ്റിമീറ്റർ ഡീപ്പിൽ ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടൊരു ബോർഡർ പോലെ നമ്മൾ ഡാഫോഡിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുഴിയെടുത്ത് വരുമായിരുന്നു. ആ കുഴിയിലൊക്കെ മമ്മി ഡാഫോഡിൽസിൻ്റെ അത് ഓരോരോ ബൾബായിട്ട് വെച്ച് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ട്യൂലിപ്സ് വെച്ചെടുത്ത് കാറ്റടിച്ചിട്ട് ഒരു ട്യൂലിപ്സ് പോയ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബഞ്ച് ഓഫ് ഡാഫോഡിൽസ് നമ്മൾ ആ ട്യൂലിപ്സിൻ്റെ ഗ്യാപ്പിൽ ഇട്ട് അവിടെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു, ഇടയ്ക്ക് ഒരു ചെറിയൊരു കാറ്റുണ്ടെങ്കിലും അത്ര വലിയ തണുപ്പില്ലായിരുന്നു. മമ്മിയെ കാണുമ്പോൾ തന്നെ അറിയാം മമ്മി ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, മമ്മി നൈറ്റി ഇട്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനത്തെ ഗാർഡനിങ് പരിപാടിയും കൂടി ചെയ്യാൻ പറ്റി. നമ്മൾ ഇത്തവണ വേറെ ഒരു യെല്ലോ കളർ റോസിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ഗാർഡനിൽ ഇടാനായിട്ടാണ്. പിന്നെ നമ്മൾ ആ ഇട്ട ഡാഫോഡിൽസ് എല്ലാം നമ്മളൊന്നുകൂടെ വെള്ളം ഒഴിച്ചു. പിന്നെ ഈ ഫ്രണ്ട് സൈഡിൽ നിന്നിരുന്ന നേരത്തെ നട്ട റോസിൻ്റെ സൈഡിലുണ്ടായിരുന്ന ആ ചെടി അത് കാട് പോലെ വളർന്നു വരത്തേ ഉള്ളൂ. അത് എന്ത് ചെടിയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് കാണാനൊരു ഭംഗി അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടി അത് ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചെടിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര മുള്ളാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ഗ്രാസ് പ്ലാന്റ്, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇത് വളർന്നിട്ട് എല്ലാം പല ഷേപ്പിലായിരുന്നു നിന്നത്. അപ്പോൾ അത് ഒരുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ അത് കാണാനായിട്ട് രസമുണ്ട്. പിന്നെ അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് നമ്മുടെ മണ്ണൊക്കെ അങ്ങ് ഉണങ്ങി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മമ്മി ഇവിടെ എല്ലാം ഡാഫഡിൽസിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്ത പ്ലാന്റ്സിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ വാങ്ങിച്ച യെല്ലോ റോസിൻ്റെ പ്ലാന്റ് നമ്മൾ നടുക ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് നമ്മൾ റോസിൻ്റെ വേരുകൾ ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ ഒരു കുഴി എടുത്തിട്ട് അത് അവർ വാട്ടർ ചെയ്യാൻ പറയുന്നുണ്ട്. നല്ല 24 hour നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഒന്നീ പ്ലാന്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ നല്ല വാട്ടറിങ് കണ്ടൻറ്റുള്ള സോയിലായതുകൊണ്ട് നമ്മൾ നേരത്തെ വാട്ടറിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് പ്ലാന്റ് ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം മുകളിൽ തളിച്ച് കൊടുക്കുക ചെയ്തത്. ഏത് ഇവിടെ ഫൈനൽ ക്ലീനപ്പ് പരിപാടിയായിട്ട് നമ്മൾ അവിടുത്തെ പോച്ചകളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനും പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ അവൻ്റെ ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമ്മുടെ ഫ്രണ്ട് ഗാർഡനിലെ നമ്മുടെ ട്യൂലിപ്സൊക്കെ ഇപ്പോഴും പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ മാറ്റി കുറേ വീഡ്സും ട്രിം ചെയ്ത് കുറേ പ്ലാന്റ്സൊക്കെ ഇപ്പം സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ ഇനി നമുക്ക് ആഡപ്പ് ചെയ്യാനുണ്ട് നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ. അതിനിയും സമയമനുസരിച്ച് നമുക്കിനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഗാർഡനിങ് വ്ളോഗ് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം സീ യു വിത്ത് അനദർ വീഡിയോ.